ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ പങ്കെടുത്ത ലൈനിയാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ പിന്നെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയായിരുന്നു എന്ന്. വണ്ടി ഇഗ്നിസാണ്, പുതിയ വണ്ടിയായിരുന്നു, നമ്പറൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം പുതിയ വണ്ടി ആകുമ്പോൾ തന്നെ ചെറിയൊരു പേടി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വരസയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും, പ്രത്യേകിച്ച് പുതിയ വണ്ടി ആകുമ്പോൾ. ആ ഒരു ടെൻഷൻ ഇവർക്കും ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ വണ്ടി ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാൻ ചെറിയൊരു മടിയെല്ലാം ഉണ്ടായി രാവിലെ. പക്ഷെ ഇന്ന് വളരെ കൂളായിട്ട് ഇപ്പോൾ വൈകിട്ട് ഇവിടെ എടുത്തിട്ട് വന്നു, വീട്ടിൻ്റെ മുറ്റത്ത് തിരിച്ചിട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരെ എക്സ്പീരിയൻസ് അറിയണ്ടേ, മുന്നേ ഡ്രൈവ് ചെയ്തതും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ടായിരുന്നു ലൈന? വളരെ നല്ലതായിരുന്നു സാർ. അതെന്താ വെച്ചാൽ സാറ് രാവിലെ എൻ്റെ ഇതേപോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. രാവിലെ എൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട് ഉണ്ടാവും, ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനും എൻ്റെ കുട്ടികളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾക്ക് വണ്ടിയെടുത്ത് പോകേണ്ട അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടായിട്ട് ഞാൻ പേടിച്ചിട്ട് വണ്ടി എടുക്കാണ്ടിരിക്കില്ല. എടുക്കാറുണ്ടെങ്കിലും ആ ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ വെറുതെയെങ്കിലും വീട്ടിൽ വണ്ടി വെച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താ അത് വെറുതെയെങ്കിലും ഒരു ആനേനെ വീട്ടിന്റെ മുന്നിൽ കെട്ടി വെക്കുന്ന പോലെ എന്നുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാല്. അപ്പോൾ എന്താ ഹസ്ബൻഡിനാണെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് സാറിന്റെ വീഡിയോ ഞാൻ ഇന്നൊന്നല്ല 3-4 വർഷം മുമ്പിട്ടേ കാണുന്നതായിരുന്നു. അപ്പോൾ എന്താ ഞാൻ പണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചതായെങ്കിലും എനിക്ക് അത്രയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഹസ്സിനോട് സാറിനെ പോലത്തെ ഒരാളുടെ ശിഷ്യയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലൊരു അഭിപ്രായം പറയാറുണ്ട്. ഹസ്ബൻഡ് തന്നെയാണ് സാറിനെ എന്നെ ട്രെയിനറാക്കിയിട്ട് കൊടുത്തത്. വലിയ ഭാഗ്യം. ഞാൻ ചോദിക്കും സാറിനോട് കുറച്ച് ദിവസം കൂടി എന്റെ കൊടുത്താൽ നിൽക്കുമോ പറഞ്ഞു നമ്മള് വരുന്ന സമയത്ത് അത് പറഞ്ഞു. അപ്പം ഇപ്പൊ കുറച്ച് മണിക്കൂർ, അതായത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിനുള്ളിലത്തെ കഥ ഇപ്പൊ പറയുന്നത് അല്ലേ, അത്രയായിട്ടുണ്ടാവുള്ളൂ. ബാക്കി പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ആ ഒരു ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ആള് പെട്ടെന്ന് പിക്കായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഇവരോട് ചോദിച്ചാൽ ഇപ്പോൾ ഇവരെന്നെ പറയും ഇങ്ങനെ ഫുൾ ഒച്ചപ്പാടാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ചേ സംസാരം ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ കാര്യം ആള് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. സാറിന്റെ എന്താ പറയണ്ടേ, ഞാനും പൊതുവേ എന്താ വെച്ചാൽ നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ റോഡിലേക്ക് നോക്കും, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മിറർ, ഇത് രണ്ടേ നോക്കാറുള്ളൂ. സാർ ഇന്ന് എന്നോട് പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങോട്ട് എത്തുന്നവരെ അതിലേക്കായിരുന്നു കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. കാരണം ഞാനെപ്പം വണ്ടി ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ വണ്ടി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും നമ്മളെപ്പോലെ തുടക്കക്കാർക്ക് പേടി ഉണ്ടാവുക വണ്ടി എടുക്കാനല്ലേ. അപ്പൊ ഇന്ന് ഇപ്പുറത്തെ സൈഡ് നോക്കിയതുകൊണ്ടാന്ന് അറിയില്ല, കുറച്ചും കൂടെ പേടിയാണ് മാറിക്കെട്ടി. അതെ അതെ സാർ. പിന്നെ എനിക്ക് റിവേഴ്സ് ഭയങ്കര പേടിയിലൊരിതായിരുന്നു. അതിന് സാറ് അങ്ങനത്തെ ഒരു റോഡിൽ തന്നെ സാർ എത്തിച്ചു. ഇന്ന് ഇതിൽ നീ പഠിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ തന്നെ ഒരു റോഡിലെത്തിച്ച് എന്നെ നല്ല വൃത്തിക്ക് എടുക്കാൻ സഹായിച്ചു. റിവേഴ്സ് എടുക്കുമ്പോൾ ഇല്ല പേടി മാറിയില്ലേ? റിവേഴ്സ് എടുക്കുമ്പോൾ മാറി. അത് കൂടാതെ ഞാൻ എപ്പോഴും പറയേണ്ട, ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലറേറ്റർ ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കാം. അതെ സാർ, അത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആക്സിലേറ്റർ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വിവരം ഉണ്ടായിരുന്നില്ല. എപ്പോൾ എവിടെ എത്തുമ്പോൾ എന്താണ് ബ്രേക്ക് അമർത്തി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അത് ഇന്ന് സാറ് പറഞ്ഞത്. അപ്പൊ അത്ര അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നല്ല മനസ്സിലായത്. അതുപോലെ ഹാൻഡ് ബ്രേക്കിന്റെ യൂസസും അതൊന്നും ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. സാറിന്റെ വീഡിയോസിൽ പലപ്പോഴും ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റും നമ്മളെ വണ്ടിയിലുള്ള ഓരോ ഇത് എന്തിനുള്ളതാണെന്ന് അറിയെങ്കിലും പക്ഷെ നമുക്കത് ഓടാറില്ല വണ്ടി ഓടിക്കുമ്പോൾ. അത് പിന്നെ വേറൊരു കാര്യമുള്ളത്, പിന്നെ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ഇതുവരെ ആക്സിലറേറ്റർമ ചവിട്ടിയിട്ട് എടുക്കും. അതെ, ബ്രേക്ക് തന്നെ വണ്ടി ഓടുന്നില്ലത് ഇന്നത്ര മനസ്സിലാക്കുന്നത്. സത്യം, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓഫാക്കാനോ അല്ലെങ്കിൽ സ്പീഡ് കുറക്കാനെന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആക്സിലേറ്ററിൽ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ആക്സിലേറ്റർ സ്പീഡ് കൂട്ടാൻ മാത്രമാണ്, ബ്രേക്ക് തന്നെ വണ്ടി പോകും. അതെ അതെ, ഇന്ന് വണ്ടി ഞാൻ റിവേഴ്സ് എടുക്കുന്ന അന്നേരം തന്നെ ഫുൾ ബ്രേക്ക് തന്നെ, വണ്ടി കുറച്ച് മൂവ് ആക്കിയതും ബ്രേക്ക് തന്നെ. അതല്ല ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ്മാരും പറഞ്ഞു തന്നിട്ടില്ല, കൂടെ നിന്ന് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആക്സിലേറ്ററിൽ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടോ? എന്റെ കയ്യിൽ നിൽക്കുമോ എന്ന പ്രശ്നമുണ്ടോ? അങ്ങനെ ബ്രേക്കിൽ ഇന്ന് കുറെ പല സ്ഥലത്തും അങ്ങനെ തന്നെ എടുക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തോ ഇന്നത് ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വെച്ചാൽ ഡെയിലി എടുത്ത് പോവാ, പ്രാക്ടീസ് ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ കാണുന്ന സാറിനെ കിട്ടിയാലേ പുണ്യം വിചാരിച്ചോളാ. അപ്പം വീഡിയോ കാണുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയായിരുന്നു ക്ലാസ് എന്നും. ഇവരിപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ടാവൂലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഹാപ്പി ആവൂലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കൂളായിട്ട് വെക്കുക. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് വേറെ പല കാര്യങ്ങളോ പറയല്, ഞാൻ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരെ മൈൻഡ് ഒന്ന് കൂളാവണം, എന്നാൽ മാത്രമേ ഈ സംഭവം തലയിൽ കയറുള്ളൂ. ഒന്ന് കയറിക്കഴിഞ്ഞാൽ കയറിയത് തന്നെയാണ്, പിന്നെ ഒരു പ്രശ്നമില്ലാതെ തലയിൽ ഉണ്ടാവും. നമ്മൾ വലിയ കാര്യമായിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് പേടിപ്പിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല. ഫുൾ ആള് മൈൻഡ് ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും, ശരിക്കും ബ്ലാക്ക് ഔട്ട് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ കൂളായിട്ട് പറയണം, പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം. ഞാനിപ്പോൾ എന്നെ വിളിക്കുന്നവരോടും പറയാറുണ്ട്, നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റും. അല്ലാതെ വലിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാനേ പറ്റില്ല. അത് സത്യം തന്നെയാണ്. കൂടെ ഞങ്ങളെ അടുത്ത ബന്ധുക്കളെ ഞങ്ങളെ കൂടി ഇരുന്നെങ്കിൽ നമ്മളെ പരമാവധി ടെൻഷൻ അടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ സാറാണെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു വണ്ടിയെ ഞാൻ ഓടിക്കുന്നതിലൊരു മൂഡ് ഇല്ലാത്ത രീതിയിലാണ് കൊണ്ടുപോയത്. അതുകൊണ്ടായിരിക്കും ഇന്ന് ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയത്. പെട്ടെന്ന് മനസ്സിലാക്കാനും വലിയ ടെൻഷൻ ഇല്ലാതെ ഒരു വലിയ ഡ്രൈവിംഗ് പഠിക്കുന്നത് തോന്നിയിട്ടില്ല. ഇല്ലില്ല, അത് സാറ് പറഞ്ഞു ഇപ്പൊ നീ പോകുമ്പോ ഇങ്ങനെ വരുമ്പോ നമുക്കൊരു ടൂർ പോയൊരു ഫീൽ ഉണ്ടാവും. അത് ഇപ്പൊ എന്റെ മുഖത്ത് കാണാനും ഉണ്ട്. അതെ, രാവിലെ പോകുന്ന സമയത്ത് ഭയങ്കര, ഞാൻ വരുന്ന സമയത്തേ ഉണ്ടായിരുന്നു നല്ല ടെൻഷനും എന്താവുന്നു. അതേ ആളെന്നാണോ തിരിച്ചു വന്നതെന്ന് നമുക്ക് ചോദിക്കണം. എന്നുവെച്ചാൽ ഭയങ്കര പേടി ഉണ്ടായിരുന്നു രാവിലെ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ ഇപ്പൊ? പിന്നെ പണ്ടേ ഉള്ള ഒരു ആശ അങ്ങ് പൂർത്തീകരിച്ചു. സാറിനെ കാണണമെന്ന് വിചാരിച്ചതിന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇന്ന് ശിക്ഷ സാറിന് സ്കൂൾ തുടങ്ങിക്കൂടെ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂള് ശരിക്കും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാത്തൊരു കാരണം ഉണ്ടെന്ന് വെച്ചാല് സ്ഥിരം നമുക്ക് ഇതേ പണിയാ, നമുക്കിത് എപ്പോഴും അതെ ഒരേ പണിയാകുമ്പോൾ ഞാനിപ്പോ പല പണിയും ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ ഭാഗമായി അതിന്റെ അടുക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ചെയ്യുന്ന പണിയൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻജോയ് ചെയ്താലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഫുള്ള് പ്രഷറും ടെൻഷനും ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പഠിക്കാൻ വരുന്നവരെയും ബാധിക്കും. അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക. കൂടെ വരുന്ന സോഷ്യൽ മീഡിയ കാരണം ഇങ്ങനെയുള്ള ഓരോ ഗുണങ്ങളുണ്ടായി സാറിനെ അറിഞ്ഞു. അതെ അതെ ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ക്ലാസ്സിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ. എന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ക്ലാസ് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ബുക്ക് ചെയ്യുക. മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ. 3 മാസത്തെ ക്ലാസ് ബുക്ക്ഡ് ആണ്. ഇപ്പോഴേ പറയാം, എന്താ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത ഉടനെ എന്നെ വിളിക്കരുത്. ക്ലാസ്സിന് വന്നിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അത്യാവശ്യമുള്ളവർ വിളിച്ചാൽ മതി കേട്ടോ. അല്ലാത്തവരൊക്കെ എവിടെ നിന്നൊക്കെ നിങ്ങൾ പഠിച്ച് റെഡി ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഒരു രക്ഷയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളൂ. പേടിച്ചിട്ട് എന്നെ കൊണ്ട് ആവില്ല എന്ന് പറയുന്നവരൊക്കെ വിളിച്ചോ കേട്ടോ. സീരിയസ് ആയിട്ടുള്ള കേസുകൾ എന്നെ കൊണ്ട് ഒരു രക്ഷയില്ല, നടക്കുകയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നിന്നെ കൊണ്ട് ആവൂല, അങ്ങനെയുള്ളവരെല്ലാം വിളിച്ചോ. അതെ, അത് ഒരുപാട് നമ്മളെ തളർത്തുന്നതാണ്. പിന്നെ നമുക്ക് വണ്ടി എടുക്കാനല്ലേ അതേ പോകും. അതെ, ആ ഒരു മൂടേ പോകും. പിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെയുള്ള ആളുകൾ തിരിച്ചു വരിക, വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി. ഞാനും സത്യത്തിൽ ഇന്ന് സാറ് വരുന്ന പറയുമ്പോ പേടിയായിരുന്നു. ഈശ്വര, സാറിന് മുമ്പിൽ എന്നെ പോലത്തെ ആൾക്കാർ എങ്ങനെ വരും. പക്ഷെ പിന്നെ നമ്മളെ വളരെ കൂളാണ് കേട്ടോ. അതന്നെ ഞാനിപ്പോ പറഞ്ഞു തന്നെ, മൈൻഡ് കൂളായിട്ടിരിക്കുക, പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളും. അല്ലാണ്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാണ്ടാവും. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലൊക്കെ എത്തിക്കഴിയുമ്പോൾ, ഒരു ട്രാഫിക് ലൈനിൽ എത്തിക്കഴിയുമ്പോൾ മറ്റുള്ള വണ്ടിയൊക്കെ നോക്കി ടെൻഷൻ അടിക്കുന്നതിന് വരും. നമ്മളെ വണ്ടി ലെഫ്റ്റ് മിറർ കൃത്യമായി നോക്കി ഒതുക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആരെ മുഖത്തും നോക്കണ്ട, ആരെ വണ്ടീൻ്റെ സൈഡിലൊന്നും നോക്കണ്ട. നമുക്ക് നമ്മളെ വണ്ടി കറക്റ്റായിട്ട് റോഡിൽ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഞാൻ എൻ്റെ വണ്ടി കറക്റ്റായിട്ടാണ് കൊണ്ടുപോയത്, നിങ്ങൾ വന്നിട്ട് മുട്ടിച്ചു എന്ന് പറയാം. പക്ഷേ നമ്മളെ വണ്ടിയുടെ കൺട്രോള് കറക്റ്റ് ചെയ്യാതെ വേറെ വണ്ടീനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാട്ടും ഡാൻസൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ സൗകര്യമില്ല. ഇതിനു മുമ്പ് എന്നോട് കുറേ ആൾ ഫീഡ്ബാക്കിൽ പാട്ടും ഡാൻസൊക്കെ വരണമെന്ന്. ഒക്കെ വരും കേട്ടോ വഴിയെ. ഇവരൊക്കെ ചിലപ്പോൾ ഇനി എൻ്റെ വ്ളോഗിലൊക്കെ വരും. ഏതെങ്കിലും വ്ളോഗിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.